എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മത്തിലെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളിൽ ഒന്നാണ് ഹനുമാൻ സ്വാമി. ഭക്തിയുടെയും ശക്തിയുടെയും സമന്വയമായ ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ് ഹനുമാൻ ജയന്തി. ഈ ദിവസം ഭക്തർ ഏറെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആചരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ ഈ ഉത്സവം ആചരിച്ചാലും സാധാരണയായി ചൈത്രമാസത്തിലെ പൗർണമിയിലാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത്. അഞ്ജന ദേവിയും കേശരിയുമാണ് ഹനുമാൻ സ്വാമിയുടെ മാതാപിതാക്കൾ. വായുദേവൻ്റെ അനുഗ്രഹത്തോടെ ജനിച്ച ഹനുമാൻ സ്വാമിയെ വായുപുത്രൻ എന്നും വിളിക്കുന്നു. ബാല്യത്തിലെ അസാമാന്യ ശക്തി പ്രകടമായിരുന്നു. സൂര്യനെ പഴം എന്ന് കരുതി അതിലേക്ക് പറന്നു എന്ന കഥ ഹനുമാൻ സ്വാമിയുടെ അതുല്യ ശക്തിയുടെ ഉദാഹരണമാണ്. രാമായണം എന്ന മഹാകാവ്യത്തിൽ ഹനുമാൻ സ്വാമിയുടെ പങ്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. ശ്രീരാമ ഭഗവാനോടുള്ള ഹനുമാൻ സ്വാമിയുടെ ഭക്തി അതുല്യമാണ്. സീതാദേവിയെ കണ്ടെത്താൻ ലങ്കയിലേക്ക് കടന്നതും ലങ്ക ദഹിപ്പിച്ചതും സഞ്ജീവനി മല കൊണ്ടുവന്ന് ലക്ഷ്മണനെ രക്ഷിച്ചതും ഹനുമാൻ സ്വാമിയുടെ പരാക്രമവും ഭക്തിയും വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ്. തൻ്റെ സ്വാർത്ഥതയെ മറന്ന് ഭഗവാന്റെ സേവനത്തിനായി ജീവിച്ച മഹാഭക്തനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ ജയന്തി ദിനത്തിൽ ഭക്തർ ഹനുമാനെ ആരാധിക്കുന്നത് വളരെ പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദോഷങ്ങളും ഭയങ്ങളും നീക്കി ജീവിതത്തിൽ വിജയവും സമാധാനവും നേടാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം സഹായകരമാണ്. പ്രത്യേകിച്ച് ഹനുമാൻ ചാലിസ പാരായണം ഈ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്. അസാധാരണമായ ശക്തിയും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും ഹനുമാൻ ഭഗവാൻ എല്ലായ്പ്പോഴും വിനയത്തോടെ ശ്രീരാമ ഭഗവാന്റെ സേവകനായി ജീവിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ശക്തിയേക്കാൾ പ്രധാനമാണ് ഭക്തിയും വിനയവും എന്ന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ധൈര്യവും വിശ്വാസവും കൊണ്ട് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും അതിജീവിക്കാൻ ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.